ഹലോ, ഞാൻ ഡോക്ടർ ജയശ്രീ, ENT സ്പെഷ്യലിസ്റ്റ്. നമസ്കാരം. ഇന്ന് വളരെ സാധാരണമായ ഒരു കണ്ടീഷനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതാണെന്നല്ലേ? വായ്പുണ്ണ് അഥവാ ഓറൽ അൾസേഴ്സ്. കുറച്ച് വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുമെങ്കിലും 10 ദിവസം കൊണ്ട് ഹീലാകുന്നതുകൊണ്ട് അവനെ വളരെ നിസ്സാരക്കാരനായിട്ടാണ് കരുതുന്നത്. എങ്കിൽ ഭയാനകമായ ചില കണ്ടീഷനും അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട് എന്നറിയാമോ? എന്തായാലും നമുക്ക് നോക്കാം. അത് എന്തുകൊണ്ട്, എങ്ങനെ, എന്ത് ചെയ്യണം, ഏതാണ് ഭയാനകം എന്നൊക്കെ വിശദാംശങ്ങളിലേക്ക് പോകാം. വായിലെ അൾസേഴ്സ് സാധാരണ കാണുന്നത് ചുണ്ടിൻ്റെയും കവിളിൻ്റെയും അകവശത്ത്, നാക്കിൻ്റെ സൈഡുകളിലും നാക്കിൻ്റെ അടിവശത്തും, മോണയിൽ, പിന്നെ തൊണ്ടയിൽ ആ ടോൺസിൽ നമുക്ക് അറിയാമല്ലോ. ടോൺസിലിന് മുന്നേ സോഫ്റ്റ് പാലറ്റിൻ്റെ ഒരു ആർച്ച് പോലെ രണ്ട് വശത്തുമുണ്ട്. അതിൽ പലപ്പോഴും ആ സോഫ്റ്റ് പാലറ്റിൽ വരുന്ന അൾസറിന് ടോൺസിലൈറ്റിസ് എന്ന് കരുതി ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന കുറേ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. ഓറൽ അൾസറിന് ആൻറ്റിബയോട്ടിക് ആവശ്യമില്ല എന്നുള്ളത് പ്രത്യേകം ഇവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ അൾസേഴ്സ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഒരു പ്രത്യേക കാരണത്തിൽ ഒതുക്കാൻ പറ്റില്ല. ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. വൈറ്റമിൻ ഡെഫിഷ്യൻസി, B12, അയൺ, ഫോളിക് ആസിഡ്, ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി വായിൽ അൾസർ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ കാലങ്ങളിൽ നമ്മുടെ ആഹാരത്തിനെയും വൈറ്റമിൻസിനെയും പറ്റി ഒട്ടുമിക്കവാറും അവെയർ ആയതുകൊണ്ട് അധികം ഡെഫിഷ്യൻസീസ് കാണാറില്ല. സ്ട്രെസ്സ്, മാനസിക പിരിമുറുക്കവും ഉറക്കക്കുറവും അത് ഒരുപാട് പേരിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം പരീക്ഷ അടുക്കുന്ന കുട്ടികൾ, ഇൻ്റർവ്യൂവിന് പോകുന്ന യുവാക്കൾ, ഇവരിലൊക്കെ ഓറൽ അൾസർ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി. സാധാരണ ഇത് കാണുന്നത് 15 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരിലാണ്. അത് സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലും കാണാറുണ്ട്. കൂടുതലും സ്ത്രീകളിലാണ് എന്ന് കരുതി 30 വയസ്സ് കഴിഞ്ഞവർക്ക് ഇല്ല എന്നില്ല. ഞാൻ ഉൾപ്പെടെ 30 പ്രായമായവരിൽ വല്ലപ്പോഴും ഒക്കെ അൾസർ വരാറുണ്ട്. സ്ട്രെസ്സ് ഒരു കാരണമാണ്. പിന്നെ വൈറൽ പനി, വൈറൽ അസുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെ വായിൽ അൾസർ കാണാറുണ്ട്. വായിലെ സ്ഥലത്തിലെ പ്രോട്ടീന് നമ്മുടെ ശരീരം തന്നെ, അപ്പോൾ നമ്മുടെ ശരീരത്തിലെ സ്ഥലത്തിന് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന അലർജി ഒരു കാരണമാണ്. കാരണം ആവർത്തിച്ച് വരുന്ന അൾസറുള്ള കുട്ടികളുടെ പേരൻസിനോ അല്ലെങ്കിൽ അടുത്ത സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും അൾസർ ഉണ്ടാകുന്ന ഒരു 40% പേരിലും ഒരു ജനറ്റിക് ഹിസ്റ്ററി ഉണ്ട്. ബന്ധുക്കൾക്കാർക്കെങ്കിലും, അടുത്ത ബന്ധുക്കൾക്കാർക്കെങ്കിലും ഇങ്ങനെ അൾസർ വരുന്ന ഒരു ബന്ധമുണ്ട്. അതൊരു ഓട്ടോഇമ്യൂൺ ഡിസോർഡറായിട്ട് കാണാം. ഓട്ടോഇമ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്പെക്ട്രമാണ്. ഡയബറ്റീസും തൈറോയ്ഡൈറ്റിസും വെള്ളപ്പാണ്ടും ഒക്കെ അതിനകത്ത് വരുന്നതാണ്. പക്ഷേ ഈ ഒരു ചെറിയ സംഗതിയും ആ ഓട്ടോഇമ്യൂൺ കാരണം പറയുന്നുണ്ട്. പിന്നെ വേറൊന്ന് മരുന്നുകൾ, ചിലതരം ആൻറ്റിബയോട്ടിക്സ്, വേദനാസംഹാരികൾ, ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ബീറ്റാ ബ്ലോക്കർ ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകൾ, ഇതൊക്കെ അൾസർ ഉണ്ടാക്കാൻ ഒരു കാരണമാണ്. അതുപോലെ മറക്കാൻ പറ്റാത്തൊരു കാരണമാണ് നമ്മുടെ വായിൽ തന്നെ നല്ല മൂർച്ചയുള്ള പല്ലുകളുണ്ടെങ്കിൽ അത് കവിളിലും ടങ്ങിലും നാവിലും തട്ടി അവിടെ അൾസർ ഉണ്ടാകാറുണ്ട്. അതങ്ങനെ നമ്മൾ ആ പല്ല് മാറ്റാതിരിക്കുകയോ ചികിത്സിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ആ അൾസറിന് മറ്റു ചേഞ്ചുകളും ഉണ്ടാകും. വിശേഷം പ്രായമായവരിലാണ് അങ്ങനെ ഒരു ഷാർപ്പ് ടൂത്ത് കണ്ടുവരുന്നത്. അത് അങ്ങനെ ക്രോണിക്കായിട്ട് വളരെ കാലം അങ്ങനെ തട്ടി നിന്ന് കഴിഞ്ഞാൽ അതിൽ ക്യാൻസറിൻ്റെ തുടക്കം ഉണ്ടാകാം. പിന്നെ വളരെ അപൂർവമാണെങ്കിലും ഒരു കാരണം ക്യാൻസർ തന്നെ. വായിലെ ക്യാൻസർ വായ്പുണ്ണായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഇനി നമുക്ക് ഇത് വരാതിരിക്കാൻ വീട്ടിൽ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം ഒരു സമ്പൂർണ്ണ ആഹാരം, സമീകൃത ആഹാരം, വൈറ്റമിൻസും പ്രോട്ടീനും എല്ലാം അടങ്ങുന്ന സമീകൃത ആഹാരം, പിന്നെ വളരെ റിലാക്സ് ആയിട്ടുള്ള ജീവിതം, സ്ട്രെസ്സ് കുറച്ചിട്ടുള്ള ജീവിതം, അതുപോലെ തന്നെ വായിലെ ഹൈജീൻ, വായിനകത്തുള്ള വൃത്തി, നമ്മൾ വളരെ വൃത്തി 2 നേരം പല്ല് ബ്രഷ് ചെയ്യുക, എന്ത് കഴിച്ചാലും വായ കഴുകുക, അതൊക്കെ നമുക്ക് വായെ ശുചിയായിട്ട് സൂക്ഷിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ അസിഡിറ്റി, എരിവും പുളിയും കുറച്ച് ഉള്ള ഭക്ഷണം കഴിക്കുക. അസിഡിറ്റി നേരിട്ട് അൾസർ ഉണ്ടാക്കുന്നില്ലെങ്കിലും അൾസർ ഉണ്ടാക്കാനൊരു കാരണമായിട്ട് തന്നെ കാണുന്നുണ്ട്.
അപ്പോൾ എരിവും പുളിയും കുറച്ചുള്ള ഭക്ഷണം കഴിക്കുക. ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേദന കുറയ്ക്കുന്ന ഓയിൻമെൻറ്റൊക്കെ കാണാറുണ്ട്. വീട്ടിൽ നമുക്ക് തൈര് ഉപയോഗിക്കാം. തൈര് ധാരാളം ഉപയോഗിക്കും. വായ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുകയും ഒരുപക്ഷെ ഒരു അൾസർ ഉണ്ടെങ്കിൽ അത് ഉപ്പിട്ട വെള്ളമോ അല്ലെങ്കിൽ മൗത്ത് വാഷോ ഇട്ട് കഴുകുകയോ ഒക്കെ ചെയ്യാം. പിന്നെ വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു ENT സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു സാധാരണ ഒരു അൾസർ തന്നെ പല വെറൈറ്റി ഉണ്ട്. നമ്മുടെ സാധാരണ നമ്മൾ കാണുന്നതെല്ലാം മൈനർ വെറൈറ്റി എന്ന് പറയും. വായിൽ കാണുന്ന അൾസറിൻ്റെ ഒരു 80% ഈ മൈനർ വെറൈറ്റിയിൽ വരുന്നതാണ്. അത് ഒരു 10 ദിവസം കൊണ്ട് തന്നെ ഹീലാവും. 7 തൊട്ട് 10 ദിവസം വരെ എടുക്കാറുണ്ട്. 10 ദിവസമായാലും ഒരു 2 ആഴ്ചയായാലും ഹീൽ ചെയ്യാത്ത അൾസർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈകിക്കാതെ തന്നെ അടുത്തുള്ള ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക. ബയോപ്സി എടുക്കേണ്ടി വരും. ബയോപ്സി എടുത്ത് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പാക്കുക. അപ്പോൾ എല്ലാവരും ഒരു 10 ദിവസത്തിന് മേളിലുള്ള വായ്പുണ്ണ് തീർച്ചയായിട്ടും അടുത്തുള്ള ഡോക്ടറെ കാണിക്കുമല്ലോ. താങ്ക് യു ഫോർ പേഷ്യൻ്റ് വാച്ചിങ്. ഇനിയും കാണാം മറ്റൊരു ആരോഗ്യ പ്രശ്നവുമായിട്ട്.